അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം വന്നിരിക്കുകയാണ്. ഓണം ഒരു ഒത്തുചേരലാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ, സുഹൃത്തുക്കൾ തമ്മിൽ. കേരളീയർ എല്ലാം ലോകത്ത് എവിടെയായാലും മഹാബലിയെ ഓർക്കുന്ന ദിവസം. തിരുവോണനാളിൽ മഹാബലി ചക്രവർത്തി പ്രജകളെ കാണാൻ കേരളത്തിൽ വരുമെന്നാണല്ലോ സന്ദർഭം. മഹാബലിയെ കാണിക്കാൻ കേരളം ആകെ അണിഞ്ഞൊരുങ്ങും. നമ്മുടെ കുട്ടികൾ ചോദിക്കുന്നു, ഈ കൊമ്പൻ മീശയും കൊടവയറുമുള്ള ആരാണെന്ന്. നന്മയും ന്യായവും നാടിന് നൽകി കേരളത്തെ സ്വർഗത്തേക്കാൾ സുന്ദരമാക്കിയ മഹാചക്രവർത്തി. എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന ചില വരികൾ. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നും ആർക്കും ഒട്ടുമില്ല താൻ. ആദികൾ വ്യാധികൾ ഒന്നുമില്ല, ബാലമരണങ്ങൾ കേൾക്കാനില്ല, കള്ളവുമില്ല ചതിയുമില്ല, എല്ലോളമില്ല പൊളിവചനം, കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. എത്ര മനോഹരമായ ഒരു ലോകം. മഹാബലിയുടേത് രാമായണത്തിൻ്റെ മുമ്പെയുള്ള കാലം. വിരോചനന്റെയും ദേവാംബയുടെയും പുത്രൻ, ഭക്തപ്രഹ്ലാദന്റെ പൗത്രൻ. ഭഗവാൻ വിഷ്ണു ഏറെ അവതരിച്ചത് മഹാബലിയുടെ മുൻഗാമികളെയും പിൻഗാമികളെയും വധിക്കുവാനായിരുന്നു. മഹാബലിയുടെ മുതുമുത്തച്ഛൻ ഹിരണ്യകശിപുവിനെ വധിക്കുവാൻ ഭഗവാൻ വിഷ്ണു എടുത്ത രൂപം നരസിംഹ അവതാരം. മഹാബലിയെ കീഴ്പ്പെടുത്തുവാൻ വാമനനായി അവതരിച്ചു. അവിടെ വെച്ച് തീർന്നില്ല. മഹാബലിയുടെ പൗത്രൻ രാവണനെ വധിക്കുവാൻ ശ്രീരാമനായി അവതരിച്ചു. സ്വർഗവും പാതാളവും ഉൾപ്പെടെ 3 ലോകങ്ങളെയും കീഴ്പ്പെടുത്തിയ മഹാബലി നമ്മുടെ കേരളത്തിൽ വാണിരുന്ന ആ കാലം, പ്രജകൾക്ക് സമാധാനവും നല്ല ഐശ്വര്യവും നൽകിയ ആ മഹാചക്രവർത്തി 3 ലോകങ്ങളിലും ആധിപത്യം സ്ഥാപിക്കുവാൻ മഹാബലി രാജാവ് ഒരു നിശ്ചയമെടുത്തു, ഒരു അശ്വമേധ യാഗം നടത്തുവാൻ. ഇത് അറിഞ്ഞ ഭഗവാൻ വിഷ്ണു വാമന അവതാരത്തിൽ എത്തുന്നു. കൊടുത്ത വാക്ക് പാലിക്കുവാൻ സ്വന്തം ശിരസ് അടിയറ വെച്ചു മഹാബലി ചക്രവർത്തി. എന്നാൽ മഹാബലി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടില്ല. നന്മയുടെ മൂർത്തിയായ മഹാബലി സ്വർഗത്തെ രാജാവായി വാഴിക്കാമെന്ന് ഭഗവാൻ വിഷ്ണു പറയുന്നു. എന്നാൽ അതുവരെ അങ്ങയ്ക്ക് വേണ്ടി സൃഷ്ടിച്ച പാതാള രാജ്യത്തിൽ അജയനായി വാഴുക. അങ്ങനെ പാതാള രാജ്യത്തിൽ പോകുമ്പോൾ വർഷത്തിൽ ഒരിക്കൽ തൻ്റെ പ്രജകളെ കാണണമെന്ന് ആഗ്രഹിക്കുകയും അത് ഭഗവാൻ വിഷ്ണു അനുവദിക്കുകയും ചെയ്തു എന്നാണ് സങ്കല്പം. ഓണക്കാലത്ത് മഹാബലി ചക്രവർത്തി നമ്മളെ സന്ദർശിക്കുകയല്ല, പുനർസന്ദർശിക്കുകയാണ്. ഓണക്കാലം ഒരു ആത്മപരിശോധനയും തിരിഞ്ഞുനോട്ടത്തിൻ്റെയും കാലമാണ്. മഹാബലിയെ കാണിക്കുവാനാണെങ്കിലും നമ്മളെല്ലാവരും കർത്തവ്യബോധം നമ്മളിൽ ഉണരുന്നു. ഓണക്കാലത്ത് നമുക്കുണ്ടാവുന്ന ഉണർച്ച, ഉന്മേഷം, സൗഹൃദം, സമാധാനം അതെല്ലാം തുടർന്ന് ഉണ്ടാവുമെങ്കിൽ കേരളം മഹാബലി അന്ന് കണ്ട സുവർണ ഭൂമിയാകും. ഓണക്കാലം കൊണ്ടുവരുന്ന ഈ മാറ്റം, അതാണ് ഓണത്തിൻ്റെ ശക്തി. ആ ശക്തി പൂർണ്ണമായും സമാഹരിച്ച് ജീവിതകാലം മുഴുവൻ ആഘോഷം ആകാൻ കഴിയണം. നമുക്കത് കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം, പ്രാർത്ഥനയും. ജീവിതത്തിലെ എല്ലാ ദിവസവും ഒരു ഉത്സവമാക്കുക, ഒരു ഓണാഘോഷം ആക്കുക. ഒരിക്കലൂടെ നിങ്ങളെ എല്ലാവരെയും ഇവിടെ സ്വാഗതം ചെയ്ത് ഓണാശംസകളോടെ നമുക്ക് ഈ പരിപാടിയിലേക്ക് കടക്കാം. ഇപ്പോൾ പ്രസിഡന്റ് മിസ്റ്റർ കുര്യൻ will come in and give his welcome address.